യെസ് സ്റ്റുഡൻസ്, മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14 വന്നിരിക്കുന്നത് അഗെയിൻ ഇറ്റ്സ് ഫ്രം ജിയോസി. നോക്കുക എത്ര ക്വസ്റ്റ്യൻ ആണ് ജിയോസിൽ നിന്ന്. ഇപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ജിയോസിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ജിയോസിലെ ലാസ്റ്റ് ഭാഗത്ത് നമ്മുടെ ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്സിൻ്റെ ഭാഗത്ത് നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. സോ നോക്കുക നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്സ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ. നമുക്ക് ക്രോമറ്റോഗ്രാഫിയിൽ അഡ്സോർപ്ഷൻ ബേസ് ചെയ്തിട്ട് കോളം ക്രോമറ്റോഗ്രഫി, തിൻ ലെയർ ക്രോമറ്റോഗ്രഫി അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫിയുടെ ബേസിസിൽ നമ്മൾ പഠിക്കുന്ന ഒന്നാണ് പേപ്പർ ക്രോമറ്റോഗ്രഫി. ഇപ്പോൾ പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫിയിൽ നമ്മൾ അഡ്സോർപ്ഷൻ അല്ല അവിടെ പ്രിൻസിപ്പിളായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. അവിടെ നമ്മൾ സോളിബിലിറ്റി, അതിൻ്റെ അകത്ത് പേപ്പറിൻ്റെ അകത്തുള്ള സോൾവെൻറ്റ് ആരെയൊക്കെ ഡിസോൾവ് ചെയ്യുന്നു ആരെ ഡിസോൾവ് ചെയ്യുന്നില്ല അതിനനുസരിച്ച് ഇതിനെ പാർട്ടീഷൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഡ്സോർപ്ഷൻ പ്രിൻസിപ്പിളായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്സിൽ എല്ലാവരും അഡ്സോർപ്ഷൻ അല്ല, ഡിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ അല്ല. പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫിയും അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫിയും ഉണ്ട്. ആ അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫിയിൽ വരുന്നത് കോളമും തിൻ ലെയറുമാണ്. ഇവിടെ എന്താ വരുന്നത്? പേപ്പർ ക്രോമറ്റോഗ്രഫി ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫി. അപ്പോൾ അത് കൃത്യമായിട്ട് അറിയണം. ക്രോമറ്റോഗ്രഫി എന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടികളെല്ലാം ഡിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ എന്ന് കരുതി ഇത് ഓപ്ഷൻ എല്ലാം ചിലപ്പോൾ കൊടുത്തു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഡിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ വഴി നടക്കുന്നത് ഇത് രണ്ടുമാണ്. അടുത്തത് ഏതാ? പേപ്പർ ക്രോമറ്റോഗ്രഫിയുടെ പ്രിൻസിപ്പിൾ എന്താ? പാർട്ടീഷനിങ് ആണ്. ഓക്കെ, അപ്പോൾ പാർട്ടീഷനിങ്ങിൻ്റെ തിയറിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് സോളിബിലിറ്റിയുടെ ബേസിസിലാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചതാണ് അല്ലേ. സോ ഇവിടെ എന്താ ആൻസർ വരിക? A and B ഓൺലി ഇസ് ദി ആൻസർ. സോ മക്കളെ അടുത്ത ക്വസ്റ്റ്യനിൽ കാണാം.